കളിച്ചിട്ടില്ല. ഒരു പക്ഷെ സ്വപ്നം കണ്ടതായിരിക്കും. ആ ഇനി കുറച്ച് ദിവസം സ്കൂളിലല്ലേ, വെക്കേഷൻ സ്റ്റാർട്ട് ആയല്ലേ ഇന്ന് മുതൽ. ഇക്രോ, ഈ വെക്കേഷനിൽ നീ എന്താ ചെയ്യാൻ പോന്നെ? എനിക്ക് മൊബൈൽ പോലും തരൂല കളിക്കാൻ, മാർക്സ് ഇല്ലാത്തോണ്ട്. പിന്നെ എന്ത് വെക്കേഷൻ? ഞാൻ സൽമാന്റെ ഒക്കെ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കാൻ പോകും. അഞ്ചു ചേച്ചി എന്താ ചെയ്യാ ഈ വെക്കേഷനില്? ഞാൻ എന്ത് ചെയ്യാ, ടിവി കാണും, ക്രാഫ്റ്റ് വർക്ക് എന്തെങ്കിലും ആക്കും, ഡ്രോയിങ് ആക്കും. വേറെ എന്താ ചെയ്യാ? നിങ്ങൾ എനിച്ചോ എത്ര പെട്ടെന്ന്? അയ്യോ അമ്മച്ചി, സ്കൂളില്ലാത്തോണ്ടാ തോന്നുന്നു അമ്മച്ചി, പെട്ടെന്ന് ഉണർന്നു. അതങ്ങനെയാ, സ്കൂളില്ലാത്തതുമ്പോ പെട്ടെന്ന് ഉണരും. എന്തെങ്കിലും പഠിക്കാനോ സ്കൂളിലേക്ക് പോകാനോ ഉണ്ടെങ്കിൽ ഉറക്കം തെയ്യൂല നിങ്ങൾക്ക്. വേഗം ബ്രഷ് ചെയ്ത് കുളിച്ച് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരി. ഇന്ന് നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഗുഡ് ന്യൂസാ? എന്താ അമ്മച്ചി ഗുഡ് ന്യൂസ്? അമ്മച്ചി പറ അമ്മച്ചി, എന്താ അമ്മച്ചി ഗുഡ് ന്യൂസ്? അതെല്ലാം ഉണ്ട്, നിങ്ങൾ റെഡി ആയിട്ട് വരി, അച്ഛൻ പറയും. പിന്നെ ഒന്നല്ല ഗുഡ് ന്യൂസ്, രണ്ട് ഗുഡ് ന്യൂസ് ഉണ്ട്. പെട്ടെന്ന് റെഡി ആയിട്ട് വരി. ചേച്ചി എന്തായിരിക്കും ഗുഡ് ന്യൂസ്? ചേച്ചിക്കറിയോ? ഇല്ലടാ, ചേച്ചിക്കറിയില്ല. വാ നമുക്ക് പെട്ടെന്ന് പോവാം. എന്നാലും ചേച്ചി ഒന്ന് ഗസ് ചെയ്ത് എന്തായിരിക്കും ഗുഡ് ന്യൂസ്? ഒരു പക്ഷെ മുത്തശ്ശിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ടാവും, അതായിരിക്കും പറഞ്ഞത്. ഹായ്, മുത്തശ്ശിയുടെ വീട്ടിൽ പോയാൽ നമുക്ക് ഒരുപാട് കുട്ടികളുണ്ടാവും അവിടെ കളിക്കാൻ. മാമ്പഴം, പേരക്ക എല്ലാം പറിച്ചു തിന്നാം. വാ പെട്ടെന്ന് റെഡി ആയിട്ട് അച്ഛനോട് എന്താന്ന് കാര്യം ചോദിക്കാം. ഞാൻ എവിടേക്കാ പോകുന്നതെന്ന് കുട്ടികളോട് പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചേന്നേ ഉള്ളൂ. അത് ഞാൻ പറയാം. അവരുടെ സന്തോഷം എനിക്ക് നേരിട്ട് കാണണം. ശരിക്കും അവർക്ക് ഇത് വലിയൊരു സർപ്രൈസ് ആയിരിക്കും. എന്നിട്ട് അവരെന്തിയെ? അവര് റെഡി ആയിട്ട് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. അച്ഛാ, എന്താ സർപ്രൈസ് ഉണ്ട് പറഞ്ഞേ? അതൊക്കെ ഉണ്ട്. ഇക്രോടെ എന്താ അച്ഛാ? ഞാൻ ഇവിടെ ഉണ്ട്. എക്സാം എല്ലാം കഴിഞ്ഞ് വെക്കേഷൻ അല്ലേ? അതെ അച്ഛാ. നമുക്ക് എല്ലാവർക്കും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്താലോ? ട്രിപ്പോ? എവിടേക്കാ അച്ഛാ? വേഗം പറയ് അച്ഛാ, എവിടേക്കാ നമ്മൾ ട്രിപ്പ് പോകുന്നേ? ഹിമാലയത്തേക്ക്. ഹിമാലയത്തേക്കോ? വൗ, മഞ്ഞല്ലേ അച്ഛാ, തണുപ്പല്ലേ അവിടെ? വൗ, സൂപ്പർ ആയിരിക്കും. ശരിക്കും അച്ഛാ നമ്മൾ ഹിമാലയത്തേക്ക് പോകണോ? അതെ. സർപ്രൈസ് ആയോ? ശരിക്കും സർപ്രൈസ് ആയി അച്ഛാ. വെരി 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 താങ്ക് യു സോ മച്ച്. അച്ഛാ സോറി അച്ഛാ, ഇനിയുള്ള എക്സാമിന് ഞാൻ നല്ലോണം പഠിച്ച് നല്ലോണം മാർക്സ് വാങ്ങിക്കൊണ്ട്. സോറി അച്ഛാ. ഇന്നലെ രാത്രി ഞാനൊരു തുള്ളി ഉറങ്ങിയിട്ടില്ല അച്ഛാ. ഈ വെക്കേഷൻ എങ്ങനെ ചെലവഴിക്കും അറിയാതെ ടെൻഷൻ അടിച്ചിട്ട് ഉറക്കേ വന്നിട്ടില്ല എനിക്ക്. താങ്ക്സ് അച്ഛാ, ഒരുപാട് താങ്ക്സ്. വാക്കാണേ, നെക്സ്റ്റ് എക്സാമിൽ നല്ല മാർക്സ് എടുക്കണേ ക്രോ. തീർച്ചയായിട്ടും, ഇനി കുഴപ്പമില്ല അച്ഛാ. സത്യമായിട്ടും അച്ഛനോട് സത്യം, നല്ല മാർക്സ് എടുക്കും. എത്ര നാളത്തേക്കാ അച്ഛാ ടൂറ്? നമ്മൾ മാത്രാണോ അച്ഛാ? നമ്മൾ ഒരുപാട് ദിവസം നിൽക്കും അച്ഛാ അവിടെ. എന്തെല്ലാം ചോദ്യങ്ങള്. പറ അച്ഛാ, നമ്മള് കുറെ ദിവസം നിൽക്കും അച്ഛാടെ. ഷടാ, ഇതെന്ത് റാപ്പിഡ് ഫയറോ? ഇത്രയും ക്വസ്റ്റ്യനുകൾ ഇത്രയും പെട്ടെന്ന് ചോദിച്ചാൽ രണ്ടുപേരും കൂടി അച്ഛൻ എങ്ങനെ മറുപടി പറയാ? ഒരു 4-5 ഡേയ്സിന്റെ ട്രിപ്പ്, അത്രേ ഉള്ളൂ. 4-5 ദിവസം അച്ഛാ നമ്മൾ ഹിമാലയത്തിന്. വാവ്, സൂപ്പർ അച്ഛാ. അവിടെ ഭയങ്കര മഞ്ഞല്ല അച്ഛാ, തണുപ്പല്ലിരിക്കും. ഇക്കുട്ടിന് ജർക്കീനും തൊപ്പിയെല്ലാം വാങ്ങണം. ടൂറിനായിട്ട് പുതിയ വസ്ത്രങ്ങളൊന്നും വാങ്ങുന്നില്ല, ഇവിടെ ജർക്കീനും തൊപ്പിയും ഡ്രസ്സും എല്ലാം ഉണ്ട്, അത് മതി. അച്ഛാ നമ്മൾ തനിച്ചാണോ പോന്നെ? ഇല്ല അഞ്ചുമോളെ, സൽമാന്റെ ഉമ്മച്ചിയും വരുന്നുണ്ട്, പിന്നെ അപ്പുറത്തെ കുഞ്ഞാമ്മി ആന്റിയും വരുന്നുണ്ട്. പെട്ടെന്ന് പോയിട്ട് റെഡി ആയിട്ട് ഡ്രസ് എല്ലാം എടുത്ത് വെക്ക് ലഗേജ് ബാഗിൽ. ഓക്കെ? അവര് ഒത്തിരി സന്തോഷത്തിലാ. അല്ല അമ്മച്ചി, രണ്ടാമത്തെ സർപ്രൈസ് എന്താ? അതും അറിയണോ? നമ്മള് ബസ്സിലും ട്രെയിനിലും ഒന്നല്ല പോന്നേ, പിന്നെ അമ്മച്ചി ഫ്ലൈറ്റില്. സത്യം അമ്മച്ചി, നമ്മൾ ഫ്ലൈറ്റിലാണ് പോന്നേ. ഞാൻ ഓടിപ്പോയി റെഡി ആയിട്ട് നമുക്ക് ഫ്ലൈറ്റിൽ കയറാം. ശരിക്കും സർപ്രൈസ്ഡ് ആയി അച്ഛാ, ശരിക്കും സർപ്രൈസ്ഡ് ആയി. റിയലി താങ്ക് യു അമ്മേ, താങ്ക് യു. പെട്ടെന്ന് പോയിട്ട് 4-5 ദിവസത്തിനുള്ള ഡ്രസ്സാളെല്ലാം എടുത്ത് നോക്ക്. വേഗം വാടാ, നമുക്ക് പെട്ടിയെല്ലാം റെഡിയാക്കാം. നിന്റെ റെഡി ആയി കഴിഞ്ഞടാ? നീ എല്ലാം എടുത്തു വെച്ചോ? ഞാൻ ഡ്രസ്, ടോയ്സ് എല്ലാം വെച്ചു. ഞാനും അത്ര, എന്റെ പെയിന്റിംഗ് ബുക്ക്, ടോയ്സ്, ഡ്രസ് എല്ലാം വെച്ചു. നമുക്ക് പെട്ടെന്ന് പോവാം, ഫ്ലൈറ്റിൽ പോകേണ്ടതല്ലേ. നിങ്ങൾ ഇത്ര പെട്ടെന്ന് റെഡിയായോ? അതേ അമ്മച്ചി, നമ്മുടെ ലഗേജ് ബാഗ് എല്ലാം പെട്ടെന്ന് റെഡിയാക്കി ഡ്രസ് എല്ലാം മാറി. ഇതെന്തിനാ ആളെണ്ണത്തിന് ഓരോരുത്തർക്കും ലഗേജ് ബാഗ്? ഇക്രിന്റെ ഡ്രസ് എല്ലാം എന്റെ ലഗേജ് ബാഗിൽ കൊടുത്തു നോക്ക്. ആളെണ്ണം ഓരോ ലഗേജ് ബാഗ് എടുത്തിട്ട് പോവാ. ടോയ്സ് എല്ലാം എന്തിനാ? ടോയ്സ് എല്ലാണോ ബാഗിൽ നിറച്ചു വെച്ചിരിക്കുന്നത്? ടോയ്സ് എല്ലാം എന്തിനാ മക്കളെ? ടോയ്സ് എല്ലാം വീട്ടില് തനിച്ചിരിക്കുമ്പോ കളിച്ചാ പോരെ? അവിടെ പോയിട്ട് സ്ഥലങ്ങൾ കാണാനല്ലേ പോന്നേ? അച്ഛൻ അങ്ങനെ
ഞാനൊക്കെ അപ്പുക്കുട്ടനെ റെഡിയാക്കട്ടെ. ആയി അമ്മച്ചി. ആ നീ ഇനിയും റെഡി ആയിട്ടില്ലേ? നിങ്ങൾ ഇത്ര പെട്ടെന്ന് മാറ്റിയോ? പിന്നെ നീ എങ്ങോട്ടാ ഈ തേരാപാറ നടക്കുന്ന? പെട്ടെന്ന് പോയി റെഡിയാവ്. ഇത് കൊള്ളാം. നിങ്ങൾക്ക് പാന്റ് ഷർട്ട് എടുത്തിട്ട് ഇവിടെ റെഡി ആയിരുന്ന പോലെ അതുപോലെ ഞാൻ. ആ പിന്നെ നിനക്കെന്താ വേറെ പണി? പോയിട്ട് പെട്ടെന്ന് ഡ്രസ്സ് മാറിയിട്ട് വാ. പെട്ടെന്ന് പോണം, ഫ്ലൈറ്റിന് ടൈം ആവും. വീട്ടിലെ കാര്യങ്ങൾ നോക്കണ്ടേ? കുട്ടികളുടെ കാര്യം നോക്കണ്ടേ? ഇനി അപ്പുക്കുട്ടനെ കുളിപ്പിച്ചിട്ടില്ല, ഡ്രസ്സ് മാറ്റിയിട്ടില്ല. ഇനിയും കുളിപ്പിച്ചിട്ടില്ല അവനെ? അതല്ലേ ഇല്ലാന്നേ. നിങ്ങൾ ഡ്രസ്സ് മാറിയിട്ട് വന്ന് ഇവിടെ ഇരുന്നാലേ അവനൊന്ന് കുളിപ്പിച്ചൂടേനു. ആ ഞാൻ ഡ്രസ്സ് മാറിയിട്ടായില്ലിപ്പോ. ചെക്കനെ കുളിപ്പിച്ചിട്ട് വാ, ഞാൻ ഒരുക്കി കൊടുക്കാം. എല്ലാത്തിനും ഞാൻ വേണം, എല്ലാത്തിനും എന്റെ കയ്യെത്തണം, ഇല്ലെങ്കിൽ ഒന്നും നടക്കൂല ഈ വീട്ടില്. എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഞാൻ മാത്രം എല്ലാവരുടെ കാര്യം നോക്കണം. ഓ നിങ്ങളതെങ്കിലും കഴിഞ്ഞല്ലോ. ഓ അമ്മച്ചി റെഡി ആയിട്ടില്ല, അതിന് പറഞ്ഞതാടാ. അച്ഛാ, സൽമാനും അമ്മച്ചിയും പിന്നെ കുഞ്ഞാമ്മയല്ലോ നമ്മുടെ കൂടെ കാറിലാണോ വരുന്നേ? അല്ല, അവരുടെ കാറിൽ എയർപോർട്ടിലെത്തും. നമുക്കും എയർപോർട്ടിൽ എത്തണം സമയത്തിന്. അമ്മച്ചിയാണെങ്കിൽ പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട് വരുന്നുമില്ല. അച്ഛാ അച്ഛാ, അപ്പുക്കുട്ടന് പുത്തുപ്പായിട്ടെന്ന് അമ്മച്ചി. അശ്വടാ അപ്പുക്കുട്ട, പുത്തുകുപ്പായിട്ടണോ? വാ അച്ഛന്റെ വാവ. അച്ഛന്റെ വാവ ഏടെ പോവാ? അപ്പുക്കുട്ടന് ഇന്ന് വിമാനത്തിൽ ആകാശത്തേക്ക് പോവും. അല്ല, അമ്മച്ചി പറഞ്ഞു വിമാനത്തിൽ ആകാശത്തേക്ക് പോകുന്നു. വിമാനത്തിൽ പോവും, ആകാശത്തേക്കല്ല പോന്നെ, ഹിമാലയത്തേക്കാ. അച്ഛാ, അപ്പുക്കുട്ടന് ആകാശത്തേക്ക് പോണോ? ആടെ കുട്ട, വിമാനത്തില് ആകാശത്തിലൂടെ പോവും. മേലെ നമുക്കിന്ന് പറക്കാം കേട്ടാ. അങ്ങനെ ഹിമാലയത്തേക്ക് എത്തും. അപ്പുക്കുട്ടന് ഹിമാലയത്തേക്ക് പോണ്ട, അപ്പുക്കുട്ടന് ആകാശത്തേക്ക് പോണം. ആയി നമുക്ക് ആകാശത്തേക്ക് പോവാ. കണ്ടായിക്കോ ചേട്ടാ, നമ്മൾ ആകാശത്തേക്ക് പോവും, ഹിമാലയത്തേക്കല്ല. നമ്മള് പോണത് ആകാശത്തേക്കാണ്. ആകാശത്തിൽ ചന്ദമാമനെ പിച്ചാലോ. ഈ ചെക്കനൊരു കാര്യം. സമയം വൈകുന്നു, എല്ലാരും എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടാവും. നിന്റെ അമ്മ ചിന്നിയും കാണുന്നില്ലല്ലോ. ഏടെ പുറപ്പെട്ടാലും ഇവളെ ഒരുക്കം കഴിയൂല. എല്ലാരും ഒരുങ്ങി കഴിഞ്ഞാലും ഇവളത് കഴിയൂല. മതി മതി, പെട്ടെന്ന് വാ, പെട്ടെന്ന് ഇറങ്ങ്. കുറെ പുട്ടിയും അതും ഇത് മേക്കപ്പ് എല്ലാം ഭാര്യ പൊത്തിയിട്ട് വരണ്ടേ. നീ എത്ര ഒരുങ്ങിയാലും അത്ര തന്നെ. വേം വാ. ഓ, നിങ്ങൾ റെഡി ആയിട്ട് വന്നിട്ട് ഇവിടെ ഇരുന്നാ മതി. ലഗേജ് വേഗം കൂടി റെഡിയാക്കാൻ നിങ്ങൾ വരണ്ട. എന്നിട്ട് പെട്ടെന്ന് വാ, പെട്ടെന്ന് വാങ്ങും. ഇത് ആരാ ജീൻസ് പാൻ്റെല്ലാം ഇട്ടിട്ട്? പൊളിയായിരിക്കുന്നു. ഇറങ്ങിക്കൂടി, ഇപ്പം അർജന്റ് ഇല്ലേ? പിന്നെ അർജന്റ് ഇല്ലാതെ അവരെല്ലാം അവിടെ എയർപോർട്ടിൽ എത്തിക്കാണും. ഫ്ലൈറ്റ് മിസ്സായി എനിക്കറിയില്ലേ. കോവളം ബീച്ചിൽ പോയിട്ട് നമുക്ക് ഇങ്ങോട്ട് നേരെ തിരികെ പെരക്ക് വരാം. നിങ്ങൾ പോയിട്ട് കാറിൽ കയറിയേ, ഞാൻ ഇപ്പം വരാം. ആ ലഗേജ് ബാഗ് ഒന്ന് കാറിൽ വെച്ചാലേ. നീ എടുത്തേക്കാ. ഞാൻ ഇപ്പം വരാന്ന്. ഗ്യാസ് ഓഫാക്കിയൊന്ന് മറന്നുപോയി. ഈ സ്ത്രീകളുടെ ഒരു കാര്യം, ഒന്നിനും ഒരു ശ്രദ്ധയില്ല. ആ കുട്ടികൾ പോയിട്ട് കാറിലിരുന്നോളി. കാറിലിരിക്കാൻ കാറിന്റെ ഡോറ് തുറക്കണ്ടേ? കീ വേണ്ടേ? ഗ്യാസ് ഓഫാക്കിയിരുന്നു, എന്നാലും ഒരു സംശയം, അതാ പോയത്. പിന്നെ അത് തിരിച്ച് പെരക്കെത്തുന്നവരെ ഒരു ടെൻഷനായിരിക്കും. എന്ത്? ഗ്യാസ് ഓഫാക്കിയിരുന്നോ? ഓഫാക്കിയിരുന്നു, എന്നാലും ഒരു സംശയമായിരുന്നു. എടീ, ഞാൻ കാറിന്റെ കീ എടുക്കാൻ മറന്നുപോയി. ഇനിയിപ്പോ ബെഡ്റൂമിക്ക് മുകളിലേക്ക് കയറി പോണ്ടേ. നീ ഒന്ന് എടുത്തിട്ട് വരുമോ? ഇത് മറവിയൊന്നല്ല. പാന്റ് ഷർട്ട് ഇട്ടിട്ട് അവിടെ സോഫയിൽ വന്ന് കുത്തിയിരുന്നാ മതി. ഇതൊന്നും ശ്രദ്ധിച്ചെടുത്തൊക്കെ എഴുതും. എല്ലാത്തിനും എന്റെ കൈയെത്തണം. ഒന്നും ഒരു ഓർമ്മ ഉണ്ടാവില്ല, ഒരു ബുദ്ധി ഓർമ്മ ഒന്നുമില്ല. ബുദ്ധി ഇല്ലാത്ത നിന്റെ അച്ഛനക്ക്. എന്തേലും പറഞ്ഞോ? ഇല്ല, നീ കീ എടുത്തിട്ട് വാ. ആ ഇനി വീടിന്റെ ഡോറിന്റെ കീ മറക്കണ്ട, അതും എടുത്തിട്ട് വാ. ഡോറിന്റെ കീ എടുത്തിട്ടില്ല. ഞാൻ മറന്നു പോയാനെ. എല്ലാം ഞാൻ ഓർമ്മിപ്പിക്കണം. ഒന്ന് പോയിട്ട് പെട്ടെന്ന് വാ. അത്ര അർജന്റ് ഉണ്ടെങ്കിൽ ചേട്ടൻ തന്നെ പോയി എടുക്കായിരുന്നില്ലേ? ഒന്ന് വാടി തർക്കിക്കാതെ. എല്ലാത്തിനും ഭാര്യമാരെ കുറ്റം പറയും, എല്ലാത്തിനും ഭാര്യമാരെ വാണേനു. പിന്നെ അങ്ങനെയല്ലടി, കുറ്റം പറയാനും വൈക്ക് പറയാനും അവരവരെ ഭാര്യമാരല്ലേ പറ്റുമോ? ആരാന്റെ ഭാര്യനൊന്നും പറ്റൂലല്ലോ. നീ താക്കോല് തന്നെ. നീ എന്താ അങ്ങോട്ടേക്ക് നോക്കി നിൽക്കുന്നേ? നീ താക്കോലിതാ. അല്ല ചേട്ടാ, ഞങ്ങൾ ഹിമാലയത്തേക്ക് പോകുന്ന കാര്യം നമ്മുടെ കൂട്ടുകാരോട് പറയണ്ടേ? ശരിയാണല്ലേ. അപ്പോൾ പറഞ്ഞിട്ട് തന്നെ പോവാം. അപ്പോൾ നമ്മുടെ കുഞ്ഞു പൈതങ്ങളെ, ഞങ്ങൾ ഹിമാലയത്തേക്ക് ട്രിപ്പ് പോവുകയാണ്. നമ്മുടെ കൂടെ നിങ്ങളും കാണുമല്ലോ. അപ്പോൾ നാളെ ഹിമാലയത്തെ ട്രിപ്പിലേക്ക് നിങ്ങളും നമ്മുടെ കൂടെ പോരി. അപ്പോൾ ഇന്ന് ഓക്കെ, ബൈ, ടാറ്റാ. എല്ലാവരും ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നാളെ എയർപോർട്ടിൽ വെച്ച് കാണാം. ബൈ.